ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലീഡ് കോഡ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം നമ്പർ 268 മിസ്സിംഗ് നമ്പർ. നമുക്ക് പ്രോബ്ലത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. Given an array nums containing n distinct numbers in the range 0, n, return the only number in the range that is missing from the array. നമുക്ക് ഒരു അറേ തന്നിട്ടുണ്ട്. അതിൽ 0 to n എന്ന് പറയുന്ന നമ്പേഴ്സ് ആയിരിക്കും അറയിൽ ഉള്ളത്. സോ അതിൽ ഒരു നമ്പർ അറയിൽ നിന്ന് മിസ്സിംഗ് ആയിരിക്കും. സോ ആ മിസ് ചെയ്തിരിക്കുന്ന നമ്പർ ഏതാണോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ ഒരു അറേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ 0 to 3 എന്ന് പറയുന്ന റേഞ്ചിലുള്ള വാല്യൂസ് ആണ് ഉള്ളത്. സോ 0, 1, 2, 3 4 വാല്യൂസ് ആയിരിക്കും വരുന്നത്. സോ അതിൽ നമുക്ക് മിസ് ചെയ്തേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ അടുത്ത ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ 0യും 1ഉം. സോ രണ്ട് എലമെൻ്റ് ആണ് അറയിലുള്ളത്. സോ അതുകൊണ്ട് 0, 1, 2 എന്ന് പറയുന്നതായിരിക്കും അറയിൽ വരേണ്ട എലമെൻ്റ് എന്ന് പറയുന്നത്. അതിലൊരു മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. സോ അതുകൊണ്ട് നമ്മൾ 2 ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ 9, 6, 4, 2, 3, 5. ഈ അറയിൽ 9 എലമെൻ്റ് ആണ് ഉള്ളത്. സോ നമുക്കിതിൽ മിസ് ചെയ്തേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. സോ നമുക്ക് കൺസ്ട്രെയിൻറ്റും കൂടി നോക്കാം. സോ കൺസ്ട്രെയിൻറ്റിൽ പറയിരിക്കുന്നത് n എന്ന് പറയുന്നത് അറേയുടെ ലെങ്ത് എത്രയാണോ അതാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ അറേയുടെ ലെങ്ത് ഈ ഒരു കേസിൽ 2 ആണ്. സോ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പം അറയിൽ വരുന്ന നമ്പേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0, 1, 2. ഇതിൽ മിസ്സായേക്കുന്ന ഏത് നമ്പറാണോ അതാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത്. അതേപോലെ എന്നിൻ്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. 1നും 10⁴ ഇടയിലാണ്. അതേപോലെ അറയിലെ വാല്യൂസ് എന്ന് പറയുന്നത് 0യ്ക്കും എന്നിനും ഇടയിലുള്ള റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. അതേപോലെ ഓൾ ദി നമ്പേഴ്സ് ഓഫ് നംസ് ആർ യുണീക്ക്. അതായത് അറയിലെ ഓരോ എലമെൻറ്റും യുണീക്ക് ആണെന്നും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായിട്ട് എക്സാമ്പിൾ 3 ആണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇതിൽ അറേയുടെ വാല്യൂസും കറസ്പോണ്ടിങ് പൊസിഷൻസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. n എന്ന് പറയുന്നത് അറേയുടെ ലെങ്ത് എത്രയാണോ അതാണെന്നാണ് കൺസ്ട്രെയിൻറ്റിൽ ഓൾറെഡി പറയുന്നുണ്ട്. സോ അതുകൊണ്ട് n എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ 9 ആയിരിക്കും. സോ ഈ അറയിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0 തൊട്ട് 9 വരെയുള്ള വാല്യൂസ് ആണ് ഈ അറയിൽ വരേണ്ടത്. സോ അതിൽ ഒരു വാല്യൂ ആണ് മിസ്സിങ്. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. സോ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ഈ ഒരു അറയിൽ ആക്ച്വലി വരേണ്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 to 9 എന്ന് പറയുന്ന റേഞ്ചിലുള്ള വാല്യൂസ് ആണ്. സോ അതിൽ ഒരു വാല്യൂ മിസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന അറയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടാവുക. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് അറേയുടെ ലെങ്ത് എന്ന് പറയുന്നത് 9 ആണെന്ന് നമുക്കറിയാം. സോ ആദ്യത്തെ 9 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. സോ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് S9 എന്ന് പറയുന്നത് ആദ്യത്തെ 9 നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 9 × 9 + 1 / 2. സോ നമുക്ക് ആദ്യത്തെ 9 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 45 ആണ് കിട്ടുന്നത്. അതായത് 1 + 2 + 3 etc. up to 9. നമുക്ക് 45 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് അറയിലെ ഓരോ വാല്യൂസും എടുത്ത് ആഡ് ചെയ്ത് നമ്മൾ ഒരു വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അറയിലെ വാല്യൂസിൻ്റെ സമ്മും കിട്ടും. സോ നമുക്ക് ആക്ച്വലി കിട്ടേണ്ട സമ്മും അറയിലെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും നമുക്കിതിൽ മിസ് ചെയ്തേക്കുന്ന നമ്പർ. സോ നമുക്കത് എങ്ങനെ വരുമെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ടോട്ടൽ സം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ടോട്ടൽ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഞാൻ ആദ്യത്തെ അറേയുടെ ലെങ്ത് എത്രയാണോ അതുവരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഈ ഒരു കേസിൽ 9 എലമെൻറ്റ്സ് ഉള്ളത് കാരണം ആദ്യത്തെ 9 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 45 ആണ്. അതിനുശേഷം ഞാൻ അറയിലെ ഓരോ എലമെൻറ്റിൽ കൂടിയും ഐട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആദ്യം 9 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു വാല്യൂ നമ്മൾ ഈ 45ൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ 45ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ നമുക്ക് 36 എന്നൊരു വാല്യൂ ആണ് കിട്ടുന്നത്. അതിനുശേഷം അടുത്ത വാല്യൂയിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. 6 ആണ്. 6 എന്ന് പറയുന്നത് 36ൽ നിന്ന് കുറയ്ക്കും. സോ 30 നമുക്ക് കിട്ടും. അതിനുശേഷം അടുത്ത വാല്യൂ നമ്മൾ 30ൽ നിന്ന് 4 കുറയ്ക്കുമ്പം
26 ആണ് കിട്ടുന്നത്. അതിനുശേഷം അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 24 കിട്ടും. അതിനുശേഷം അടുത്ത വാല്യൂ 3 ആണ്. 3 കുറയ്ക്കുമ്പോൾ 21 കിട്ടും. അതിനുശേഷം അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. 21 മൈനസ് 5 എന്ന് പറയുന്നത് 16 ആണ്. അതിനുശേഷം അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. 7 കുറയ്ക്കുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടുന്നത്. അടുത്ത വാല്യൂ 0 ആണ്, നമ്മളത് കൺസിഡർ ചെയ്യേണ്ട. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 8 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ആദ്യത്തെ 9 എലമെൻസിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തതിന് ശേഷം അറേയുടെ വാല്യൂസിൻ്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് ഒരുമിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.